ആൻഡ് വെൽക്കം ടു RK Next. 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് 5 യൂണിറ്റുകളാണ് ഇത്തവണ പഠിക്കാനുള്ളത്. ഈ 5 യൂണിറ്റുകളിലും 12ഓളം ചാപ്റ്റേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. നോക്കാം നമുക്ക്. ആദ്യത്തെ യൂണിറ്റിൽ ഖിഡ്കി എന്ന ലഘുകഥ, ജിന്ദഗി കാ സഫർ എന്ന ഹൈക്കു, റെയിൻ ബസേരെ മേ എന്ന യാത്രാവൃത്ത്. ഇവിടെ എത്തിയപ്പോ പണിയൊന്ന് പാളിയല്ലേ. നമുക്ക് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വിധയാണ് ഹൈക്കു. എന്താണ് ഹൈക്കു? നമ്മള് ലഘുകഥകൾ, അതായത് കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറീസിനെയാണ് എന്ത് പറയാ? ലഘുകഥ എന്ന് പറയാ. അപ്പൊ ഇക്കായി 1 അല്ലെ, അതായത് യൂണിറ്റ് 1 ഖിഡ്കി എന്ന ലഘുകഥ പഠിക്കാനുണ്ട്, ജിന്ദഗി കാ സഫർ എന്ന ഹൈക്കു. അപ്പോ ഹൈക്കുവിനെ കുറിച്ച് പറയുമ്പോൾ ഹൈക്കു 3 വരി കവിതകളാണ്. ഈ കവിതയില് ഒരു സന്ദേശം ഉണ്ടായിരിക്കും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ചാപ്റ്ററിന് ഒരു റൈറ്റർ ആയിട്ടാ. പക്ഷെ ഈ ഒരു ഹൈക്കു, ജിന്ദഗി കാ സഫർ എന്ന ഹൈക്കുവില് 3 ഹൈക്കു നമുക്ക് പഠിക്കാനുണ്ട്. ഈ 3 ഹൈക്കുവിനും 3 റൈറ്റേഴ്സ് ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. മാർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് റെയിൻ ബസേരെ മേ എന്ന യാത്രാവൃത്തം. യാത്രാവൃത്തം കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ മോഹൻ രാഗേഷിന്റെ ദിശാഹീൻ ദിശ എന്നൊരു യാത്രാവൃത്തമായിരുന്നു. ഇത്തവണ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റെയിൻ ബസേരെ മേ എന്ന യാത്രാവൃത്തമാണ്. ഓക്കെ, അപ്പോ നമുക്ക് അതാണ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഇക്കായി 1 പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ യൂണിറ്റില് മേരെ ദുനിയാ കി തമാം ബച്ചെ എന്ന കവിതകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ വൈറ്റ് ക്യാപ് എന്ന കഹാനിയും, കഥ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആണ്, മേരി ദുനിയാ കി തമാം ബച്ചെ, വൈറ്റ് ക്യാപ്. ഓക്കെ, നെക്സ്റ്റ് ഇക്കായി 3 യൂണിറ്റ് 3 നമുക്ക് ദില്ലി മേ ഉനീന്ദേ, മധുർ വചൻ, ഏക് ദിൻ കാ. ഇതില് ദില്ലി മേ ഉനീന്ദേ എന്നുള്ളത് സംസ്മരണമാണ്. അപ്പൊ സംസ്മരണം എന്ന് പറയുമ്പോൾ എന്താണ്? ഓർമ്മക്കുറിപ്പാണ്. നമ്മൾ ഓർമ്മക്കുറിപ്പ് പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അല്ലെ. പിതാക്ക പ്രായശ്ചിത്തം എന്നായിരുന്നു ആ ഒരു ഓർമ്മക്കുറിപ്പിന്റെ സംസ്മരണന്റെ പേര്. അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ദില്ലി മേ ഉനീന്ദേ എന്ന സംസ്മരണമാണ്. ഓക്കെ, നെക്സ്റ്റ് മധുർ വചൻ, ദോഹ. അപ്പൊ ഹൈക്കു ഉണ്ട്, ദോഹയും ഉണ്ട്, കവിതയും ഒക്കെ ഉണ്ട് അല്ലെ. ഇത്തവണ കവിതകൾ നമുക്ക് 3 ഐറ്റം ആയിട്ടുണ്ട്. അപ്പൊ മധുർ വചൻ എന്ന ദോഹ നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മുടെ കബീർ ദാസിന്റെ ബഡാ ഹുവാ തോ ക്യാ ഹുവാ, ജൈസെ പേड़ खजूर, पंथी को छाया नाही, भले लागे अति दूर. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോ മധുർ വചൻ എന്ന ദോഹ പഠിക്കാനുണ്ട്. ആ ദോഹയ്ക്കുള്ളിൽ, മധുർ വചൻ എന്ന ചാപ്റ്ററിന്റെ ഉള്ളിൽ കുറച്ച് ആളുകളുടെ ദോഹകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇനി അടുത്തതായിട്ട് ഏക് ദിൻ കാ എന്ന ഒരു കവിതയും. ഇത്രയുമാണ് യൂണിറ്റ് 3 അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇക്കായി 4 യൂണിറ്റ് 4 നോക്കാം. ഗലീലിയോ എന്ന ലേഖ്. അപ്പൊ കഴിഞ്ഞ 2 വർഷം മുന്നേത്തെ ടെക്സ്റ്റ് ബുക്കില് ലേഖ ഉണ്ടായിരുന്നു. അത് സ്വയം പ്രകാശിന്റെ ഒക്കെ ലേഖനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ ഗലീലിയോയുടെ ലേഖ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തതായി പൈദൽ ചൽത്താ ഹുവാ ആദ്മി എന്ന കവിതയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇക്കായി 5 പരി ലഡ്കി എന്ന കഹാനി, അതുപോലെ തന്നെ സിലാ ബിൻതി ലഡ്കിയാം എന്ന കവിത. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വർഷം കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്. 12ഓളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഒരു വെൽ പ്ലാനോട് കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയി തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ എളുപ്പമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യൂണിറ്റില് ഖിഡ്കി ലഘുകഥ, ഷോർട്ട് സ്റ്റോറി, ജിന്ദഗി കാ സഫർ ഹൈക്കു ചെറിയ ചാപ്റ്റർ ആണ്, റെയിൻ ബസേരെ മേ ഇത് മാത്രമാണ് കുറച്ച് വലിയൊരു ചാപ്റ്റർ. ഇത് രണ്ടും ചെറുതാണ്. അതുപോലെ തന്നെ മേരി ദുനിയാ കി തമാം ബച്ചെ ഒരു കവിതയാണ്, വൈറ്റ് ക്യാപ് കഹാനി. അപ്പൊ ഈ 2 യൂണിറ്റുകളാണ് നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടാവുക. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവിധ സപ്പോർട്ടുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.